ഷാജിദ ഷാജി റൌഫുമായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറാനുള്ള പ്രധാന കാരണം ജസ്ന എന്ന യൂട്യൂബർ ആണെന്ന തരത്തിൽ പറഞ്ഞിരുന്നു. ജസ്ന എന്ന സ്ത്രീയുമായി റൌഫിന് മോശമായ തരത്തിൽ ഒരു ബന്ധമുണ്ടായിരുന്നെന്നും 3 ലക്ഷത്തോളം കൊടുത്തിട്ടുണ്ടെന്നും നാട്ടിൽ വന്നാൽ അയാളുടെ കാറിലാണ് വീഡിയോ ചെയ്യാനും മറ്റുമായി അവർ ഒരുമിച്ച് പോയിരുന്നതെന്നും അവസാനം അവൾ റൌഫിനെ ചീറ്റ് ചെയ്തെന്നും അത് റൌഫ് തന്നോട് പറഞ്ഞതാണെന്നും പറഞ്ഞ് ഷാജിദ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ രസകരമായ കാര്യം അതൊന്നുമല്ല. യൂട്യൂബ് ചാനലുള്ള ജസ്നമാരെല്ലാം ഞാനല്ല ആ ജസ്ന എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ്. അത് നമുക്ക് ഊഹിക്കാമല്ലോ. യൂട്യൂബിലെ കമൻറ്റോളികളും അറിയാവുന്നവരും അറിയാത്തവരുമെല്ലാം ജസ്ന എന്ന് പേരുള്ള യൂട്യൂബറുടെ അടുത്ത് ചെന്നിട്ട് ഷാജിദ എന്ന കഥയിലെ ജസ്ന നിങ്ങളാണോ എന്ന് ചോദിച്ച് അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. നമ്മുടെ കണ്ണൻ്റെ ജസ്നയും ഈ വിവാദത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. കണ്ണൻ്റെ ജസ്ന ഇടയ്ക്കിടയ്ക്ക് എയറിലേക്ക് പോകുന്ന ആളാണ്. ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് ജസ്ന വലിയ സോഷ്യൽ മീഡിയ പ്രാധാന്യമൊന്നും നേടുന്നില്ല. എന്നാൽ ഷാജിദയുടെ കഥയിലെ ജസ്ന ഞാനല്ല എന്ന് പറഞ്ഞ് ജസ്ന വന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഹലോ ഗായ്സ്, ജീവിക്കാൻ സമ്മതിക്കൂലല്ലേ ഒരു വിധേനെ യാതരടെ ഈ ഷാജി നമ്മളൊരു കണക്കിലും ജീവിക്കാൻ അനുവദിക്കൂല എന്നുള്ള രീതിയിൽ ഓരോന്നിറങ്ങും. എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിൻ്റെ അകത്തൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട് ഈ ഷാജി പറഞ്ഞ ജസ്റ്റ് ഞാനാണോ എന്ന്. യാതരടെ ഈ അമ്മച്ചി, എനിക്ക് പരിചയമില്ല. ഏതോ ഒരു ഷാജി മറ്റേ യൂട്യൂബറാണ് പോലും. ഞാൻ ജസ്റ്റ് അടിച്ചു നോക്കിയിട്ടോ കുറേ ആൾക്കാരുടെ റിയാക്ഷൻ വീഡിയോ കണ്ടു. അപ്പോൾ ആശാത്തിനെ എനിക്ക് അറിയ പോലും ഇല്ല. ആശാത്തിക്ക് ഏതോ അഹമ്മദ് കുട്ടിയോ മമ്മൂട്ടിയോ കോയക്കുട്ടിയോ ഏതോ ഒരു കുട്ടി പൈസ കൊടുത്തു എന്നും അതേതോ മറ്റേ യൂട്യൂബർക്ക് കൊടുത്തു എന്നും എന്തോ ഒരു കഥ. അതിൽ ജസ്ന എന്നുള്ളൊരു പേരെടുത്തിട്ടിട്ടുണ്ട്. ആ ജസ്ന ഞാനല്ല, എൻ്റേത് ഇങ്ങനെ അല്ല ഗായ്സ്. അതും കൂടി ഒന്ന് മനസ്സിലാക്കൂ ഗായ്സ്. എന്തൊരു കഷ്ടമാണ്. എൻ്റെ പേര് ജസ്ന സലീം എന്നാണ്. മോളെ ഷാജിദേ, പൊന്നാര മോളെ, എന്തിനാടി നീ വേണ്ടാത്ത പേരൊക്കെ എടുത്തിടുന്നത്? ഇപ്പോൾ എത്രയോ ആൾക്കാർ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട് ഗൈസ്. നിങ്ങളാണോ ആ ഷാജി പറഞ്ഞ ജസ്ന എന്നൊക്കെ ചോദിച്ചിട്ട്. എനിക്ക് ഈ അമ്മച്ചിനെ അറിയാൻ പോലും ഇല്ല കേട്ടോ. ഏതാ എന്താണെന്നൊന്നും എനിക്ക് അറിയാതെ തന്നെയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അടിച്ചു നോക്കിയിട്ട് കുറേ റിയാക്ഷൻ വീഡിയോസ് കണ്ടു. എൻ്റെ സമാധാനത്തിന് ജസ്ന അടിച്ചപ്പം ജസ്നാസ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ഏതൊരു ലേഡീനെ കണ്ടു. ആ ലേഡീനെ തന്നെയാണോ ഉദ്ദേശിച്ചതെന്നുള്ളതും ഒന്നും എനിക്കറിയില്ല കേട്ടോ ഗൈസ്. അതും ഞാൻ പറഞ്ഞു തന്നേക്കാം. ഇനി ജസ്ന സലീം പറഞ്ഞു ഇന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞിട്ട് അടുത്ത തംബ്ലൈൻ കൊടുത്തിട്ട് നിങ്ങളാരും വീഡിയോ ഇറക്കാൻ നിൽക്കണ്ട. അപ്പം ഇതാണ് സംഭവം. ആരോ എന്തോ ഒരു പേരെടുത്തിടുമ്പോഴേക്കും വിവാദ നായികയായ എന്നെ എല്ലാവരും അങ്ങ് എടുത്തിടുമ്പോൾ എന്നാ ചെയ്യാനാ കൊച്ചുങ്ങളെ, ജീവിച്ചു പൊക്കോട്ടെ, എന്നങ്ങ് അതിനനുവദിക്കൂ എന്ന് പറഞ്ഞ് അപേക്ഷിക്കേണ്ട ഒരു ഗതികേടിലാണ് ഇപ്പം നിലവിൽ ഞാൻ ഉള്ളത്. പിന്നെ ഇവിടെ ഷാജിദ പറഞ്ഞത് ജസ്ന വ്ളോഗ് എന്നാണ്. ജസ്ന സലീം എന്നൊന്നും പറഞ്ഞിട്ടില്ല. എങ്കിലും ജസ്നയാണല്ലോ, ഒരു രസത്തിന് ചോദിക്കുന്നതായിരിക്കും എന്തോ. അതിന് ജസ്നക്ക് ഷാജിദ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. അതും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. അവർ പറഞ്ഞു ഞാനല്ല, ഞാൻ ഒന്ന് നീ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണം ഏത് ജസ്നയാണ്. അപ്പോൾ ആ ജസ്നയുടെ ഫോട്ടോ റൌഫിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ, ആരാണ് ജസ്ന ആരാണ് റൌഫ് എല്ലാം ഉള്ള ഒരു വീഡിയോ ആണിത്. കണ്ടു നോക്കി അവളെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഈ പറയുന്ന ഈ കണ്ണനെ വരച്ചു കൂട്ടുന്ന ജസ്നയല്ല. നീ പേടിക്കണ്ട, നീ അടുത്ത വിവാദത്തിൽ എനിക്കൊന്നും വരണ്ട. അല്ലാണ്ട് തന്നെ എനിക്ക് ഒരുപാട് വിവാദങ്ങളുണ്ട് മോളെ. അമ്മച്ചി നീയാണ് അമ്മച്ചി. കാണുന്നവർക്ക് തന്നെ മനസ്സിലാവും നീ ഏത് അമ്മച്ചിയാണെന്ന്. ഓക്കെ, കാരണം എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും അവർ വന്ന് തള്ളിക്കോളും. അപ്പോൾ ഞാൻ പറഞ്ഞ ജസ്ന ഇതാണ് കേട്ടോ, യൂട്യൂബർ ജസ്ന. പിന്നെ ഇവളുടെ കാമുകൻ റൌഫ്, ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ജസ്നി റൌഫും. ഷാജിദയുടെ അടുത്ത വിവാദ നായകൻ സൂഫി സഫറാണ്. പിന്നെ ഷാജിദ പറയുന്നത് ഷാജിദയെ തകർത്തത് സൂഫി സഫറാണെന്നാണ്. താനും തൻ്റെ ഫ്രണ്ട്സും വയനാട്ടിൽ പോയി എടുത്ത റീലെടുത്ത് തൻ്റെ ഭർത്താവാണെന്നും പറഞ്ഞ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചത് സൂഫി സഫർ എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ്. അയാൾ എന്നോട് ചോദിച്ചിട്ടാണ് വീഡിയോ ഇട്ടതെങ്കിലും എൻ്റെ ഭർത്താവാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് അയാൾ കെട്ടിച്ചമച്ച കഥയാണെന്നാണ് ഷാജിദ പറയുന്നത്. അതിന് സൂഫി സഫർ പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഷാജിയെ തകർത്തത് സൂഫി സഫറും. ഷാജിദ ഒരു യുവാവിൻ്റെ കൂടെ ഇരിക്കുന്നതും നടക്കുന്നതൊക്കെയായുള്ള ഷോർട്ട് വീഡിയോ തൻ്റെ ചാനലിലൂടെ പങ്കുവച്ചപ്പോൾ ഉടനെ തന്നെ ഞാൻ ഷാജിദക്ക് വിളിക്കുകയും ഷാജിദ ഇതാരാണെന്ന് ചോദിക്കുകയും ചെയ്തു.
അതിനു മുമ്പ് തന്നെ തൻ്റെ നിക്കാഹ് കഴിഞ്ഞതായി സാജിദ നമ്മളോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഷാജിദ എന്നോട് പറഞ്ഞത് ഇത് എൻ്റെ ഭർത്താവാണെന്നും പേര് ഷറഫലി എന്നാണെന്നും കാസർഗോഡുകാരനാണെന്നുമാണ്. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ഉടനെ ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞു. അത് അന്ന് തന്നെ വരും എന്നും പറഞ്ഞു. ഞാൻ അത് കേട്ടപാടെ ഒരു വീഡിയോ ചെയ്തത് എങ്ങനെയാണ് തെറ്റായി മാറുന്നത്? ഷാജിദയുടെ ഭർത്താവാണതെന്ന് ഷാജിദ തന്നെയാണ് എന്നോട് പറഞ്ഞത്. ഇപ്പോൾ വിഷയമതല്ല. ഷാജിദ ഷാജി റഊഫ് എന്ന് പറയുന്ന വ്യക്തിയെ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞ് റഊഫ് രംഗത്ത് വന്നിരിക്കുകയാണ്. തനിക്ക് ഷാജിദ ഷാജി അയച്ച വോയിസ് ക്ലിപ്പുകളും വീഡിയോസുകളും എല്ലാമാണ് ഇതിന് തെളിവായി ഇദ്ദേഹം നിരത്തുന്നത്.